കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു മണ്ഡലമാണ് ദേവികുളം നിയോജക മണ്ഡലം. ഈ ദേവികുളം നിയോജക മണ്ഡലത്തിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ വളരെയധികം മലനിരകളും തോട്ടം മേഖലയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ഒരു മണ്ഡലം. അപ്പൊ ഈ മണ്ഡലത്തിൽ ഇത്തവണ ഒരു രാജ പോരാട്ടമാണെന്ന് തന്നെ പറയാം. എൻ്റെ കൂടെ മീറ്റ് ദി കാൻഡിഡേറ്റിൽ ഇപ്പം ഉള്ളത് നിലവിലെ സിറ്റിംഗ് MLA LDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് A രാജയാണ് ഇപ്പോൾ മീറ്റ് ദി കാൻഡിഡേറ്റിൽ എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. മീറ്റ് ദി കാൻഡിഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ അടുത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ LDF സ്ഥാനാർത്ഥി ആയ അഡ്വക്കേറ്റ് A രാജ എന്നോടൊപ്പം ഉണ്ട്. പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി തന്നെ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങൾ? പ്രചരണം നല്ല രീതിയിലാണ് പോകുന്നത്. നല്ല സ്വീകാര്യത ഉണ്ട്. നേരത്തെക്കാൾ ആളുകളിടയിൽ ഒരു പരിചയത്തിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സ്വീകാര്യത കിട്ടുന്നത്. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാട്ടിലെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംവാദം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വോട്ട് ചോദിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഏതായാലും പ്രചരണം നല്ല രീതിയിൽ തന്നെയാണ്. ഒരു റൗണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്നു മുതൽ കടന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പര്യടനം അടക്കമുള്ള കാര്യങ്ങളുമായി ഇന്ന് മുന്നോട്ട് പോകും. എത്രത്തോളം നമ്മുടെ ഇത്തവണ വിജയപ്രതീക്ഷയുണ്ട്? 100% വിജയപ്രതീക്ഷയാണ് ഈ മണ്ഡലത്തിൽ ഉള്ളത്. അത് അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാൽ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും. അങ്ങനെ എല്ലാം ചെയ്തു. ഇനിയും ചെയ്യാനുണ്ട്. ഇനി കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുണ്ട്. ഏതായാലും ഇപ്പോൾ പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ്. എനിക്കൊരു കൗതുകം ഉണർത്തിയ കാര്യം, ഇത്തവണ ഞാൻ പറഞ്ഞു ഒരു രാജ പോരാട്ടമാണ് ഇത്തവണ മണ്ഡലത്തിൽ നടക്കുന്നത്. അപ്പൊ ഈ മുന്നണികൾക്കിടയിൽ ഒരു ചെറിയ ആശങ്കയ്ക്ക് വഴിയുണ്ടോ? അതായത് UDF സ്ഥാനാർത്ഥി F രാജയും LDF സ്ഥാനാർത്ഥി A രാജയും NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രനുമാണ്. അപ്പം ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ബാലറ്റിൽ 2ാം സ്ഥാനത്തായിരുന്നു പേര്. എന്നാൽ കൃത്യമായ ആളുകൾ അതിന് ഏകദേശം 60,000-ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് 8,000-ഓളം ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ളത്. ചിഹ്നമാണ് ആളുകൾ കാണുന്നത്. പേരുകൊണ്ട് വോട്ടുകൾ സ്പ്ലിറ്റായി പോകും എന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഏതായാലും A രാജ ഇവിടെ നിന്ന് ജയിക്കും. ഓക്കെ. അപ്പം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. നിലവിലെ സിറ്റിംഗ് MLA ആണ്. അപ്പൊ ആ സിറ്റിംഗ് MLAയിൽ നിന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഈ സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോഴുള്ള തീർച്ചയായിട്ടും എൻ്റെ പാർട്ടി രണ്ടാമതും ഇവിടെ പരിഗണിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റി. എൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ തടസ്സമെല്ലാം കോടതി കേസുമായി ബന്ധപ്പെട്ട് ചിലർ സൃഷ്ടിച്ചു. എന്നാൽ അത് മറികടന്നിട്ടാണെങ്കിലും ഈ 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് ഫണ്ടുകൾ, സർക്കാർ നൽകുന്ന ഫണ്ടുകൾ മുഴുവനും വിനിയോഗിക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ സർക്കാരിനുള്ള നേരിട്ടുള്ള ഫണ്ടുകൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ഫണ്ടുകളെല്ലാം ഇവിടെ എത്തിക്കാൻ സാധിച്ചു. അതിന് കുറെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നു. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളും കൂടെ ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. നിലവിലെ ഒരു സിറ്റിംഗ് MLA കൂടിയാണ്. അപ്പം മുന്നത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് കുറെ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നിങ്ങളെപ്പോലെയുള്ള മറ്റൊരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചത്, ഇടമലക്കുടിയിലേക്ക് നിങ്ങൾ ജയിച്ചു വരുമ്പോൾ അവിടെ റോഡ് യാഥാർത്ഥ്യമാകുമോ എന്ന് എന്നോട് ചോദിച്ചു. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ്. നിലവിൽ നേരത്തെ അവിടെ കഴിഞ്ഞ തവണ ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് റോഡില്ല. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ കളിയാക്കി. എല്ലാവരും പറയുന്ന പോലെയാണ് നിങ്ങളും പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ഇത് നമ്മൾ നടന്നു എന്ന് കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ഇന്ന് സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും, ഇടമലക്കുടി എന്ന് പറയുന്ന കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തിലേക്ക് ഇന്ന് ആദ്യഘട്ട റോഡിന്റെ പ്രവർത്തനം പണി പൂർത്തീകരിക്കുകയാണ്. ഈ MLA സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഈ 5 വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ തട്ടി അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട മനുഷ്യരുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ കാരണം 146ഓളം കുടികളുണ്ട്, ഉന്നതികളുണ്ട്.
ഈ ഉന്നതികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വെളിച്ചം വരുമോ എന്ന് കാത്തിരിക്കുന്ന ആളുകളുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ ഇല്ലാതിരുന്ന 12 ഉന്നതികളിൽ ഇന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് കരണ്ട് എത്തിച്ചു. അങ്ങനെ കരണ്ട് എത്തിച്ചപ്പോൾ ഞാനൊരു സ്ഥലത്ത് അത് ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ട് കാണാൻ പറ്റില്ല. എപ്പോഴും രാജ MLA എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സിംപ്ലിസിറ്റിയുടെ ഒരു പര്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഈ സിംപ്ലിസിറ്റി കാത്തു സൂക്ഷിക്കുന്നത്? ഞാൻ ഇങ്ങനെയാണ് ഇതിൽ മാറ്റം വരുത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ സാധാരണപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് വന്ന ആളല്ലേ, പാർട്ടി പരിഗണിച്ചു, MLA ആയി, ജനങ്ങളാണ് തീരുമാനിച്ചത്, MLA ആയി. അപ്പോൾ അതിൽ പെട്ടെന്നൊരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം MLA ഇപ്പം പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് MLA തന്നെ നമ്മുടെ LDF സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ നിന്ന് ചോദിച്ചറിയാം. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വഴിയെ ചോദിച്ചറിയാം. നമ്മുടെ ഈ ദേവികുളം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടം മേഖല, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ ഒരു അടിത്തറയാണ്. അപ്പം മെയിൻ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ തോട്ടം തൊഴിലാളികൾ എന്ന് തന്നെ പറയാം. അപ്പൊ ഈ തോട്ടം തൊഴിലാളികൾക്ക് ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചിരുന്നാലും അവരുടെ ദൈനംദിന ജീവനത്തിന് ആവശ്യമായ സഹായകമായ പ്രാദേശിക രാഷ്ട്രീയമാണ് അവർ നോക്കുന്നത്. അപ്പം അവരുടെ ഉദാഹരണം ഇപ്പം പാർപ്പിടം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ, ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ 5 വർഷത്തിന്റെ? ഈ 5 വർഷം എന്ന് പറയുന്നതിനേക്കാൾ ഈ കഴിഞ്ഞ 10 വർഷം എടുത്തോളം ഈ നമ്മുടെ മണ്ഡലത്തിൽ തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ഒരു നാടാണ്. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ശമ്പള വർധനവിനോ ബോണസ് വർധനവിനോ വേണ്ടിയിട്ട് സമരം ഉണ്ടായിട്ടുണ്ടോ? ഒരു സ്ഥലത്തും സമരം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 141 രൂപ 3 തവണകളിലായി PLC സംസാരിച്ച് അതിൻ്റെ ഭാഗമായി അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 141 രൂപ ശമ്പള വർധനവ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പാർപ്പിട പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഒന്നാണ്. തോട്ടം തൊഴിലാളികളാണ് ഇപ്പോഴും കമ്പനിയുടെ മീൻസ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥയിലുള്ള ലയങ്ങളിലാണ് അവർ താമസിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തണം എന്ന് തീരുമാനിച്ച് നേരത്തെ ഗവൺമെന്റ് VSന്റെ ഗവൺമെന്റിനുള്ള കാലഘട്ടത്താണ് ഇവിടുത്തെ ആളുകൾക്ക്, തോട്ടം തൊഴിലാളികൾക്ക് സ്വന്തമായി ഭൂമി കൊടുക്കണമെന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ അന്ന് തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തെ എതിർത്തുകൊണ്ട് മൂന്നാറിലടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രകടനം നടത്തിയ ആളുകളാണ് UDFന്റെ ആളുകൾ. അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞു ഇവർക്കെല്ലാം സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 10,000-3000-ഓളം ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി. ചില ആളുകൾക്ക് ഇപ്പോഴും പട്ടയം കൊടുക്കാനുണ്ട്, സ്ഥലം കാണിച്ചു കൊടുക്കാൻ ഉണ്ട്. ഇനി ബാക്കിയുള്ള ആളുകൾക്കും ഇപ്പോൾ 2011 മുതൽ 16 വരെ കേരളത്തിലെ UDFന്റെ ഗവൺമെന്റ് ആയിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് മാറി അടുത്തൊരു ഗവൺമെന്റ് വന്നാൽ തുടർ പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ള തൊഴിലാളികൾക്കും കൂടെ ഇത് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയം കൂടുതൽ ആളുകൾക്ക് നമുക്ക് സ്ഥലവും അതുപോലെ വീട് കൊടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ 2016 വരെ ഒരാൾക്ക് പോലും തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അത് കൊടുത്തില്ല. അത് കൊടുക്കാതെ വന്നു. പിന്നീട് കോടതി കേസ്, അതുപോലെ ഈ പട്ടയ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇത്ര ദിവസത്തിനുള്ളിൽ ചലാൻ ഒടുക്കിയില്ലെങ്കിൽ ചലാൻ അതിന്റെ കാലാവധി കൂടിപ്പോയി. 45 ദിവസം എന്തോ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കാലാവധി കൂടിപ്പോയപ്പോൾ ഞാൻ തന്നെ ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. അതിൽ മാറ്റം വരുത്തി ഈ കാലാവധി എടുത്തു മാറ്റിക്കൊണ്ട് ഇപ്പോൾ കൊടുക്കുന്ന പ്രവർത്തനമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആളുകൾക്കും കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. സ്ഥലം കിട്ടിയാലേ അടുത്ത് വീട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സർക്കാരിനോട് ഞാൻ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ ആളുകളാണ്. ഇവിടെ വീടില്ലാത്ത ആളുകൾ, തോട്ടം മേഖലയിൽ താമസിക്കുന്നവർക്ക് കണക്കെടുക്കുമ്പോൾ മുഴുവൻ ആളുകളും വീടില്ലാത്ത ആളുകളായി ഇരിക്കുന്നു. അതുകൊണ്ട് ഒരു പാക്കേജ് നടപ്പിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ഉന്നതികളുള്ള ഒരു മണ്ഡലമാണ്, ഒരുപാടുണ്ട്. അപ്പം ആ ആദിവാസി ഉന്നതികളുടെ ഒരു വികസനം എത്രത്തോളം ഒക്കെ? ആദിവാസി ഉന്നതികളുടെ വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇടമലക്കുടിയിൽ നിന്ന് തുടങ്ങാമെന്നാണ്. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞു. ഇടമലക്കുടി എന്ന് പറയുന്നത് കുറച്ച് ആൾ താമസമുള്ള ഒരു പ്രദേശമാണ്. 2000-ഓളം ജനസംഖ്യയുള്ള ഒരു പ്രദേശത്ത് കൂടുതൽ വികസന പ്രവർത്തനം എത്തിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മൂന്നാർ പഞ്ചായത്തിന്റെ ഒരു വാർഡിലെ ഒരു ഭാഗം മാത്രമായിരുന്നു അന്ന്. അപ്പോൾ അതിൽ നിന്ന് ഒരു പഞ്ചായത്താക്കി മാറ്റുമ്പോൾ കൂടുതൽ ഫണ്ടുകൾ അവിടെ കൊടുക്കാൻ പറ്റും. അവരുടെ ജീവിത നിലവാരത്തിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കണ്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റാണ് അത് പഞ്ചായത്തായി രൂപീകരിക്കുന്നത്. അങ്ങനെ 2009 പഞ്ചായത്തായി രൂപീകരിച്ചു. ഇപ്പോൾ
ഓരോ സൗകര്യങ്ങളായിട്ട് അപ്പോൾ ആദ്യം കറണ്ട് അവിടെ എത്തിയായിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അവിടെ കറണ്ട് എത്തിയിരുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള കുടികളിലേക്കും എത്തുന്നത്, ഇപ്പോൾ ഏകദേശം 28ഓളം കുടികളാണ് കറണ്ട് എത്തുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ കുടികളിൽ ഇപ്പോൾ ലൈഫിൻ്റെ വീട് അവർക്ക് പണിയാൻ സാധിച്ചിട്ടുണ്ട്. ആശുപത്രി ഇല്ലായിരുന്ന സ്ഥലത്ത് നേരത്തെ ഡിസ്പെൻസറി ആയിരുന്നു, ഇപ്പോൾ അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററായി ഉയർത്താൻ പറ്റിയെന്ന് മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരു ദിവസം ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തി ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ആശുപത്രി ഒരുപക്ഷെ ഈ ഇടമലക്കുടി ആശുപത്രി ആയിരിക്കും. ഇടമലക്കുടിയും ചട്ടമൂന്നാറിലുള്ള PHC ഈ രണ്ട് സ്ഥലത്തും പോസ്റ്റ് ഗ്രാജുവേഷൻ അനുവദിച്ചു, തുടക്കം കുറിച്ചു. ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകുന്നു. റോഡില്ലാതിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം 18.5 കോടിയുടെ റോഡ് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് സംവിധാനം ഇല്ലായിരുന്നു, നെറ്റ്വർക്ക് സംവിധാനം ഇപ്പോൾ അവിടെ എത്തി. സ്കൂളില്ലായിരുന്നു, LP സ്കൂൾ UP സ്കൂളായി ഉയർത്തി. ആ UP സ്കൂൾ ഇപ്പോൾ പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി 2 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടമായി റേഷൻ ഗോഡൗൺ അടക്കം അവിടെ പുതിയതായി പണിതിരിക്കുന്നു. അപ്പോൾ ഉന്നതികളിൽ ആവശ്യമനുസരിച്ചുള്ള ഇടപെടലുകളെല്ലാം നടത്തുന്നുണ്ട്. അതേപോലെ മണ്ഡലത്തിലെ വെളിയിൽ വരുമ്പോൾ ഏകദേശം നിരവധിയായിട്ടുള്ള കുടികളുണ്ട്. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ തന്നെ ഓരോ കുടികളിലേക്കും 1 കോടി രൂപ വീതം നൽകുന്നു. മീൻസ് എല്ലാ കുടികൾക്കും കിട്ടുന്നില്ല, MLA-മാരുടെ ശുപാർശ അനുസരിച്ചാണ് കുടികൾ കിട്ടുന്നത്. അങ്ങനെ പല കുടികൾ ഇപ്പോൾ ഒരു 27 ഉന്നതികളിൽ ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 1 കോടി രൂപ വീതം അനുവദിച്ച് അതിന്റെ പ്രവർത്തനം, അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, അതുപോലെ പാലം, കുടിവെള്ളം, കമ്മ്യൂണിറ്റി ഹാള് അവരാവശ്യം അനുസരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില കുടികൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അടിമാലി പഞ്ചായത്ത് ആയതുകൊണ്ട് പറയുകയാണ്, അടിമാലിയിൽ ഇപ്പോൾ കട്ടമുടി ഉന്നതിയുണ്ട്. ഈ കട്ടമുടി ഉന്നതിയിൽ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഉന്നതിയിലേക്ക് പോകുന്ന റോഡ്, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റോഡ് 5.5 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ആ റോഡ് പണി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഉന്നതികളിൽ ചെയ്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ അടിമാലിയിൽ എത്തിച്ചേർന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് ഈ പ്രചരണ രംഗത്ത് തന്നെ സജീവമായി എത്തിച്ചേർന്നത് ഒരു വലിയൊരു കാര്യമാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയാണ്. കേരളത്തിൽ ഒത്തിരി മാറ്റമുണ്ടാക്കാൻ, വികസന പ്രവർത്തനം നടത്താൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദേവികുളം പോലുള്ള ഒരു മണ്ഡലത്തിൽ സർക്കാർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മീൻസ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിൽ എന്താണ് വേണ്ടത് എന്ന് കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ സർക്കാർ നൽകുന്നു. ഇപ്പോൾ BMBC നിലവാരത്തിലുള്ള റോഡുകൾ, ഈ റോഡുകൾ എന്ന് പറയുമ്പോൾ മലയോര കൈവയുടെ ഭാഗമായി ഇപ്പോൾ ബൈസമ്പാലി പഞ്ചായത്തിൽ നിങ്ങൾ നോക്കിയാൽ ബൈസമ്പാലി, വെള്ളത്തുവൽ, പള്ളിവാസൽ പഞ്ചായത്തിൽ റോഡുകളിൽ മിക്കവാറും റോഡുകളെല്ലാം മലയോര കൈവയുടെ ഭാഗമായിട്ടും റീബിൽഡിന്റെ ഭാഗമായിട്ട് പണിതിരിക്കുകയാണ്. 13 മീറ്ററിലാണ് റോഡുകളെല്ലാം പണിതിരിക്കുന്നത്. ഇപ്പോൾ ചിന്നാർ നമ്മുടെ ഒരു മണ്ഡലത്തിന്റെ അതിർത്തിയാണ്. മറ്റൊന്ന് കാന്തളൂരാണ്, ഏറ്റവും അങ്ങേയറ്റം കിടക്കുന്ന ഒരു പ്രദേശമാണ് കാന്തളൂർ. ഈ പ്രദേശങ്ങളിലെല്ലാം ഇന്ന് BMBC നിലവാരത്തിലുള്ള റോഡുകളായി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഇല്ലാത്ത റോഡുകളുണ്ട്, ചില റോഡുകൾ ഇപ്പോഴും BMBC നിലവാരത്തിൽ ഉയർന്നിട്ടില്ല. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക താല്പര്യമാണ് നമുക്ക് ഈ മൂന്നാർ കേന്ദ്രീകരിച്ച്, എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിന്റെ പ്രത്യേകത വെച്ചുകൊണ്ടാണ് മൂന്നാറിൽ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടിയിട്ട് സർക്കാർ പണം നൽകിയിട്ടുള്ളത്. അപ്പോൾ 2016 ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്ഥാപനം വരണമെന്നില്ല. 2016 മുതൽ തുടർച്ചയായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നമുക്കത് സ്ഥലമില്ലായിരുന്നു. 2023 ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് നോക്കിയപ്പോൾ ആ സ്ഥലം ആശുപത്രിയുടെ പേരിലില്ല. ആശുപത്രി പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് നമ്മൾ സ്ഥലം നിർദ്ദേശിച്ചത്, ആശുപത്രിയുടെ പേരിലില്ല. പിന്നീട് ഗവൺമെന്റ് ഉത്തരവ് മാറ്റി ആ സ്ഥലം നമുക്ക് റവന്യൂ വകുപ്പ് വിട്ടു നൽകി. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് അതിന്റെ കെട്ടിടപ്പണികളുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഈ 63 കോടിയുടെ ഒരു ആശുപത്രി വരുന്നതോടുകൂടി മൂന്നാറിലെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾക്കും പറ്റിയ ഒരു ആശുപത്രിയായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ മണ്ഡലത്തെ നോക്കിക്കാണുന്നത്. മൂന്നാറിൽ ഇപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എപ്പോൾ നോക്കിയാലും മൂന്നാറിൽ തിരക്കാണ്. ഈ തിരക്ക് കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടൊരു മേമ്പാലം, ഒരു ഫ്ലൈ ഓവർ നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ പറഞ്ഞിരുന്നത് കൊണ്ട് ഇപ്പോൾ ഡിസൈനിങ് എല്ലാം വീണ്ടും മാറ്റി ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ഒരു 15 ദിവസങ്ങൾക്ക് മുമ്പ്, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഫിനാൻഷ്യൽ സാങ്ഷൻ ആയിരിക്കുന്നത്. 80 കോടി രൂപയുടെ ഒരു
പാലമാണ് മൂന്നാറിൽ നമ്മൾ ഒരു പാലമല്ല 2 പാലങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൂടാതെ ചെറിയ ചെറിയ പാലങ്ങളല്ല, ഇപ്പോൾ കന്നിമല എന്ന് പറയുന്ന സ്ഥലത്ത്, രാജമല എന്ന് പറയുന്ന സ്ഥലത്ത്, മൂന്നാർ ടൗണിലെ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷന്റെ താഴെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ ഇപ്പോൾ പണി പൂർത്തീകരിച്ച പാലങ്ങളുണ്ട്. ഇപ്പൊ അമ്പലച്ചാലിലൊരു പാലം പണി പൂർത്തീകരിച്ചു. മൂന്നാർ ടൗണിൽ, ഈ പഴയ മൂന്നാറിൽ ബോധമേട് പോകുന്ന റോഡിൽ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടാണ് അവിടെ ഒരു പാലം 6.25 കോടിയുടെ പാലം പണി പൂർത്തീകരിക്കുന്നു. കോവിൽക്കടവ്, മറയൂരും കാന്തല്ലൂർ പഞ്ചായത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഏകദേശം ഒരു 3 കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ചു. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ആത്മസംതൃപ്തിയോട് കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഈ മണ്ഡലത്തിൽ വീണ്ടും ഞങ്ങൾ ജയിച്ചു വരും. ഓക്കെ, അപ്പൊ മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് തന്നെ നമ്മുടെ ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനം ചെലുത്തുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ഈ ഭൂവിഷയങ്ങൾ ഏറ്റവും സങ്കീർണമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ലക്കകത്ത്. അതിന് പലരും കാരണക്കാരായിട്ടുണ്ട്. പക്ഷെ അത് പരിഹരിക്കണം. പല സമയങ്ങളിൽ കോടതി വരെ ഇത് മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിയമസഭയ്ക്കകത്ത് ബില്ല് അവതരിപ്പിച്ച് ഈ 1960 നിയമത്തിലെ ഭേദഗതി വരുത്തി പിന്നീട് ചട്ടം രൂപീകരിക്കാനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് ഭേദഗതി വരുത്തിയപ്പോൾ നിയമസഭയ്ക്കകത്ത് UDF അടക്കമുള്ള ആളുകൾ ഐക്യകണ്ഠേനയാണ് ഇത് പാസ്സാക്കി വെളിയിൽ വന്നപ്പോൾ അവരുടെ സ്വഭാവം മാറി. പക്ഷെ ഏതായാലും ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്, അത് കാണേണ്ടതാണ്. ഓക്കെ, ഞാൻ നമ്മുടെ ഈ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയിൽ ഒരു ചെറിയ കാര്യം കൂടെ ചോദിക്കുകയാണ്. നമ്മുടെ ഇടയ്ക്കൊരു വിവാദമായി, അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് അയോഗ്യനാക്കിയ ഒരു നടപടി ഉണ്ടായി. പിന്നീട് തുടർന്ന് അത് ഓക്കെ, പിന്നീട് ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സംഘർഷാവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു മനോധൈര്യത്തോടു കൂടി അത് ഹാൻഡിൽ ചെയ്തത്? തീർച്ചയായിട്ടും ഞാനിപ്പോ നമുക്കെതിരെ ഒരു കേസ് വരുന്നു. കേസ് വന്നു കഴിഞ്ഞാൽ നേരിടുക എന്നല്ലാതെ മറ്റു മാർഗങ്ങൾ. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടങ്ങളിലും അവർ ആ വിഷയങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ അവർ തോറ്റു കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാളെ ജയിക്കാൻ പറ്റുള്ളൂ, 2 പേർക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജയിക്കുന്ന ആളെ അംഗീകരിക്കുക എന്നുള്ളതാണ് സാധാരണ, അതാണ് ചെയ്യേണ്ടത്. അത് അംഗീകരിക്കാതെ അവർ കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായി. പിന്നീട് ഹൈക്കോടതി തിരിച്ചടി ഉണ്ടാകേണ്ട സാഹചര്യമല്ല, എന്നാൽ പോലും കോടതി വേണ്ട രീതിയിൽ അത് കണ്ടില്ല എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. പക്ഷെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ച അതേ വാദം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചപ്പോൾ 3 ജഡ്ജിമാരും ഹൈക്കോടതിയുടെ വിധിയെ റദ്ദ് ചെയ്ത കളഞ്ഞു. സാധാരണ ഹൈക്കോടതി വിധിയിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി വേണമെങ്കിൽ വിധി പറയാമായിരുന്നു. അതല്ല ചെയ്ത് ഹൈക്കോടതി വിധി തന്നെ റദ്ദ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടി ചില ആളുകൾ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. മതം മാറിയെന്നല്ല, ഒരാൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കും. ഇപ്പം എനിക്ക് തീരുമാനിക്കാം ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളത്. അപ്പോൾ അതോടൊപ്പം അവർ കൊടുത്ത മറ്റൊരു റിലീഫാണ് ചോദിച്ചിരുന്നത്, കോടതി ചോദിച്ചത് ഈ 1950 വിഷയം. 1950 ശേഷമാണ് ഇവിടുത്തെ കൂടുതൽ ആളുകളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് കൊടുക്കാൻ പാടില്ല. ഇപ്പോഴും ജാതി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയും ഇത് ഉണ്ടായിരുന്നു. 10/86 എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ വായിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, ഇന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ഇവർക്ക് കൊടുക്കണം. ഇവരെല്ലാം ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണ്. 50-ന് മുമ്പ്, എത്രയോ തലമുറകൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസമാക്കിയ ആളുകൾ ജോലി ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ കേരളം ഐക്യ കേരളമായി രൂപം കൊള്ളുമ്പോൾ അവരെല്ലാം ഇപ്പൊ ഈ സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഒരാളുടെ ഭാഷ വെച്ചുകൊണ്ടല്ല അയാൾ എവിടെ നിന്ന് വന്നിട്ടുള്ളത് എന്ന് കാണേണ്ടത്. കേരളത്തിന്റെ ഭാഗമായ ആളുകളാണ്. കേരളം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. എന്നാൽ ഈ കേസ് വന്നതോടുകൂടി ഇവിടുത്തെ ആളുകൾ തന്നെയാണ് കേസ് കൊടുക്കുന്നത്. അവർ തന്നെയാണ് ഈ 1950 വിഷയം ഉയർത്തി കൊണ്ടുവരുന്നത്. ഈ വന്നതോടുകൂടി ഇപ്പോഴത്തെ മുഴുവൻ ആളുകൾക്കെന്ന് പറഞ്ഞാൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, ആരാണെങ്കിലും ഇപ്പോൾ ഒരു BC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അല്ലെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ പോലും ഈ 50-ന് മുമ്പ് ഇവിടെ വന്നതിന്റെ രേഖകൾ ചോദിക്കുമ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട്. അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ ആരാന്നുള്ളത് മനസ്സിലാക്കും. ഞാനല്ല കേട്ടോ കേസ് കൊടുത്തത് എനിക്കെതിരെയാണ് കേസ് കൊടുത്തത്. ഞാനതിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വരെ ഞങ്ങൾ ചെന്നത്. ഓക്കെ, എന്തായാലും അത് സംയമനത്തോടു കൂടി തന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്തു. ഇനി ചോദിക്കാനുള്ളത്, നമ്മുടെ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, എന്നാലും നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, അതുപോലെ ടൂറിസം മേഖല, ഈ 3 മേഖലകളിലും ദേവികുളം മണ്ഡലത്തിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇനി കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറയൂ. തീർച്ചയായിട്ടും നമുക്ക് ഈ 3 മേഖലയിൽ, ഇപ്പോൾ ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഇപ്പോൾ അടിമാലിയിൽ
അമ്മയും ആശുപത്രി പ്രവർത്തനം ആരംഭിക്കണം. എൻ്റെ കുറ്റം കൊണ്ടല്ല. 2013 സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും സ്വന്തമായിട്ട് ആരോഗ്യവകുപ്പിന് സ്ഥലമില്ലാത്തതുകൊണ്ട് പഞ്ചായത്താണ് സ്ഥലം വിട്ടു നൽകേണ്ടത്. പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. പക്ഷെ വിട്ടു നൽകിയപ്പോൾ ഭരണാനുമതി 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വിട്ടു നൽകിയത്. വേണമെങ്കിൽ രേഖകളുണ്ട്, പരിശോധിക്കാം. അപ്പോൾ അതിനുശേഷം പിന്നെ കോവിഡ് വന്നു, പ്രളയം വന്നു. അപ്പോൾ മുന്നോട്ട് പോയില്ല. പിന്നീട് ഞാൻ MLA വന്നതിന് ശേഷം 2021 സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞു ഒരു പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക, ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള അമ്മയും കുഞ്ഞ് ആശുപത്രി ഇവിടെ യാഥാർത്ഥ്യമാക്കാമെന്ന് പറഞ്ഞു. 30 കോടി. അപ്പോൾ ഒറ്റയടിക്ക് ഈ 30 കോടി എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ കിഫ്ബി പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. പുതിയ കിഫ്ബി പദ്ധതികൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ 30 കോടി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ശ്രമം നടത്തി. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ അനുവദിച്ചു. പിന്നീട് 15 കോടി രൂപ ഇടുക്കി പാക്കേജിന്റെ ഭാഗമായി അനുവദിച്ചു. ഭരണാനുമതി കിട്ടി. ഇപ്പോൾ എയർ ഡ്രോയിങ് കഴിഞ്ഞ് ഇപ്പോൾ ബാക്കിയുള്ള നടപടികളിലാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് അതും കൂടെ ആരംഭിക്കാൻ കഴിയും. അത് വന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയുടെ തിരക്ക് പകുതിയോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇവിടെ അതുപോലെ ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ കാത്ത് ലാബ് അനുവദിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പൈസ എല്ലാം കൊടുത്ത് ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്യുന്ന പണിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ക്രിയേഷൻ തന്നെ നടത്തി ഒരു കാർഡിയോളജിസ്റ്റിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ എത്തും. ഇപ്പോൾ മൂന്നാറിലൊരു ആശുപത്രി, 63 കോടിയുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, അതുപോലെ മറയൂറും ചിത്രപുരം അടക്കമുള്ള സ്ഥലത്ത് ബ്ലോക്ക് ലെവൽ ആശുപത്രികൾക്ക് വേണ്ടി പുതിയ കെട്ടിടത്തിന് വേണ്ടി ഗവൺമെന്റ് പണം അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മണ്ഡലത്തിലുടനീളം നോക്കിയാൽ അറിയാം. സ്കൂളുകളെ നമ്മൾ പ്രധാനമായി കാണുന്നു. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മറയൂരിലെ സ്കൂള് 3.5 കോടിയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ചു. അതുപോലെ കുഞ്ചിത്തണ്ണി സ്കൂള് നേരത്തെ തന്നെ 5 കോടി, ബൈസൺ വാലി സ്കൂള് 3 കോടി രൂപയുടെ പണി പൂർത്തീകരിച്ചു. അടിമാലിലുള്ള ഹൈസ്കൂള് 3 കോടി രൂപ, മച്ചപ്ലാവ് സ്കൂള്, പഴമ്പള്ളിച്ചാൽ സ്കൂള്, അതുപോലെ ചില്ലിത്തോട് 1 കോടി അനുവദിച്ചിട്ടുണ്ട്. 10 മൈലിൽ ഇപ്പോൾ 3 കോടി രൂപ, ഓൾറെഡി 2 കോടിയുണ്ട്, ഇപ്പോൾ 1 കോടിയും കൂടെ അനുവദിച്ചിട്ടുണ്ട്. ജനതാ സ്കൂള്, ദേവികുളം സ്കൂള്, അങ്ങനെ മൂന്നാർ സ്കൂള്, ഇപ്പോൾ തമിഴ് ആംഗ്ലോ സ്കൂളുണ്ട് മൂന്നാറിൽ, ആ സ്കൂളിൽ 1 കോടി, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്കൂളുകളിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്. ഇടമലക്കുടി അടക്കമുള്ള പ്രദേശത്ത് ഇപ്പോൾ 2 കോടി രൂപ പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. മൂന്നാർ കോളേജിന്റെ സ്ഥലമില്ലായിരുന്നു, ഇപ്പോൾ സ്ഥലം സർക്കാർ വിട്ടു നൽകി. ഇപ്പോൾ കെട്ടിട പണിയുമായിട്ട് പൈസ ഓൾറെഡി നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നതാണ്. തുടർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ്. CCKയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ആ കോളേജ് അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നേനെ. അപ്പോൾ അതിലേക്ക് ഒരു മാറ്റം വരുത്താൻ ഇടപെട്ടതിന്റെ ഭാഗമായി ഇപ്പോൾ അത് IHRD ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കൂടുതൽ പുതിയ കോഴ്സുകളും എല്ലാം കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത്തവണയും അഡ്വക്കേറ്റ് A. രാജയെ ഞങ്ങൾ വിജയിപ്പിക്കണമെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്കും ജനങ്ങളെ അറിയാം. തീർച്ചയായിട്ടും അവർ വോട്ട് ചെയ്യും, വിജയിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ, ജസ്റ്റ് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഫാമിലി ആയിട്ടൊരു സമയമൊക്കെ ചെലവഴിക്കാൻ പറ്റാറുണ്ടോ? ഒരിക്കലും പറ്റാറില്ല. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് തീരുന്നവരെ എന്റെ മക്കളെ കണ്ടിട്ട് തന്നെ ഇപ്പൊ ഒരാഴ്ചയോളമായി. തീർച്ചയായിട്ടും അവരിപ്പോ എന്റെ കസിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പരമാവധി നേരിട്ട് വോട്ടർമാരെ കാണുക എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് പ്രാധാന്യത കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, അവരിലൂടെ വോട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ തിരക്കിനിടയ്ക്കും നമ്മുടെ അടുത്ത് ഇത്രയും സമയം ചെലവഴിച്ച് നമ്മളോടൊപ്പം കാര്യങ്ങളെല്ലാം പങ്കുവച്ച അഡ്വക്കേറ്റ് A. രാജ MLAക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുകയാണ്. ഇനിയും വരുന്ന വർഷങ്ങളിലും LDF ജയിച്ചു വന്നാൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.